1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കാരട്ട് കുറീസ് ചിട്ടി തട്ടിപ്പിൽ ഉടമകളിൽ ഒരാളും ചുങ്കത്ര പൂക്കോട്ടുമണ്ണ സ്വദേശിയുമായ ശ്രീജിത്ത് അറസ്റ്റിൽ. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയ ഉടമകളായ സന്തോഷ്, മുബഷിർ എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പാലക്കാട് മഞ്ഞക്കുളം പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന കാരട്ട് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ ചിട്ടി നിക്ഷേപം തട്ടിപ്പ് നടത്തിയ പരാതിയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ പിടികൂടിയത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ പൂക്കോട്ടുമണ്ണയിലെ വീട്ടിലെത്തി ശ്രീജിത്തിനെ പിടികൂടി പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണ്ണാർക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും കാരട്ട് കുറീസിന് ബ്രാഞ്ചുകളുണ്ട്. പാലക്കാട്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലായി 14 ബ്രാഞ്ചുകളുണ്ട്. കഴിഞ്ഞ 19-നാണ് നിലമ്പൂരിലെ ധനക്ഷേമനിധി കാരട്ട് കുറീസ് ഉൾപ്പെടെ 14 ബ്രാഞ്ചുകളും പൂട്ടി കോടികളുമായി സന്തോഷും മുബഷിറും മുങ്ങിയത്. അന്ന് വൈകുന്നേരം തന്നെ നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിന് ഇതുവരെ മുങ്ങിയ പ്രതികളെ പിടികൂടാനായിട്ടില്ല. ജീവനക്കാരും നിക്ഷേപകരും നിലമ്പൂരിൽ വാർത്താസമ്മേളനം നടത്തി കമ്പനി ഫോർമാൻമാരായ ശ്രീജിത്ത്, അനീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ സന്തോഷിനെയും മുബഷിറിനെയും പിടികൂടാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ശ്രീജിത്തിന്റെ വീട്ടിലേക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും പ്രതിഷേധവുമായി നിക്ഷേപകരും ജീവനക്കാരും എത്തിയിരുന്നു. എന്നാൽ ശ്രീജിത്തിനെ പിടികൂടാൻ നിലമ്പൂർ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണ് കാരട്ട് കുറീസിന്റെ മറവിൽ ഉടമകൾ നടത്തിയത്. എന്തായാലും ശ്രീജിത്ത് അറസ്റ്റിലായതോടെ തങ്ങളുടെ പണവുമായി മുങ്ങിയ സന്തോഷും മുബഷിറും ഉടൻ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപത്തുക നഷ്ടപ്പെട്ടവരും ജീവനക്കാരും. ഇതിനിടയിൽ കാരട്ട് കുറീസ് നിക്ഷേപ തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കുമെന്നും അറിയുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vanda.